ഹായ് ഓൾ. സോ മക്കളെ എല്ലാവരും +2 ബോർഡ് എക്സാം പ്രിപ്പറേഷനിലാണെന്ന് അറിയാം. സോ +2 എക്സാം മാത്രമല്ല, +2 കഴിഞ്ഞ് നിങ്ങൾ ഏത് കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കണമെന്നും ഏത് കോഴ്സിലേക്ക് പോകണം തീരുമാനിക്കുന്നത് അത് കഴിഞ്ഞ് വരാനുള്ള എൻട്രൻസ് എക്സാമുകൾ തന്നെയാണ് അല്ലേ. അത്തരത്തിലുള്ള കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ് കീം എക്സാം എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന കീം എക്സാമിന്റെ അപ്ലിക്കേഷൻ ഇതുവരെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ കീം എക്സാമിന്റെ പോർട്ടൽ ഇതാ മക്കളെ ആരംഭിച്ചിരിക്കുകയാണ്. കീം 2026 പോർട്ടൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പോർട്ടൽ മുഖേനയാണ് നിങ്ങൾക്കുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും കീം എക്സാമിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അത്തരത്തിൽ അപ്ലിക്കേഷൻ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ കളക്ട് ചെയ്യേണ്ട കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അതായത് വില്ലേജ് ഓഫീസറുടെ മുഖേനയും അല്ലാതെയും നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്സ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സ്, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടാവും, കളക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ഡേറ്റ് വരാൻ മക്കൾ എന്ത് ചെയ്യേണ്ട, കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതിന് മുന്നോട്ടായിട്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാ സർട്ടിഫിക്കറ്റ്സും വാങ്ങി വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും മറക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും എഴുതേണ്ട, നിർബന്ധമായിട്ടും എഴുതിയിരിക്കേണ്ട എക്സാം തന്നെയാണ് കീം എക്സാം എന്ന് പറയുന്നത്. സോ ഒരാൾ പോലും മിസ്സാക്കരുത്. ഈ സർട്ടിഫിക്കറ്റ്സ് എന്ത് ചെയ്യുക മക്കൾ ഇപ്പോൾ തന്നെ കളക്ട് ചെയ്യുക. അതേപോലെ തന്നെ മറ്റ് ഇൻഫോർമേഷൻസിനും നോട്ടിഫിക്കേഷൻസിനുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കീം 2026 പോർട്ടൽ കൂടെ വിസിറ്റ് ചെയ്യുക. സോ ഗൈസ്, സ്റ്റേ ട്യൂൺ. കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. താങ്ക് യു.